ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഫാസി മുഹമ്മദ്. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Zomato IPO ഗോയിങ് ടു സ്റ്റാർട്ട് ടുമാറോ. നാളെയാണ് സൊമാറ്റോയുടെ IPO സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് IPO? അതായത് നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലീസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇവന്റിനെയാണ് പറയുന്നത് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ 2 വീഡിയോസ് നിങ്ങളൊന്ന് ആദ്യം പോയി കാണുക. അതിൽ ഒരുപാട് ബേസിക് ടേംസ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള, അതും സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിലുള്ള ട്രേഡിങ്സിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ടേംസ് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ടേംസ് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിൾ ആവും. ആ വീഡിയോസ് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ വീഡിയോസ് പോയി കാണുക. അപ്പൊ ചെറിയൊരു കമ്പനി, ഇനി കമ്പനി വേണ്ട, നമുക്കൊരു ഷോപ്പ് ആകാം. ചെറിയൊരു ഷോപ്പ്, ആ ഷോപ്പിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നേടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രോഫിറ്റും നല്ല കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. ഓക്കെ, ഷോപ്പ് എന്ന് പറഞ്ഞാൽ 1 കൊല്ലോ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഷോപ്പല്ല, ഒരു 5-6 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഷോപ്പ്. അതിൽ നല്ലോണം കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. പക്ഷെ ഈ കച്ചവടം ചെയ്യുന്ന ഈ വ്യക്തിക്ക് കൂടുതൽ കയ്യിൽ ഫണ്ട്സ് ഇല്ല. അപ്പൊ ആ ഫണ്ട്സ് ഇല്ലാത്തത് കാരണം തന്നെ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ ഫണ്ട്സ് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഈ കച്ചവടം ഒന്നുകൂടി വിപുലീകരിച്ച് ഇദ്ദേഹത്തിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ് ആണ്, എനിക്ക് കുറച്ച് ഫണ്ട്സ് ആരെങ്കിലും റൈസ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട്സ് ഉപയോഗിച്ച് ഞാൻ അത്യാവശ്യം കച്ചവടം ചെയ്തിട്ട് ഇവർക്കൊക്കെ അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് കൊടുത്ത് എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള അത്രയും കോൺഫിഡൻസ് ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെ നാട്ടിൽ ചെയ്യാറ്, ഒരു കുറി വെക്കും, ആ കുറിയിൽ ഒരുപാട് ആൾക്കാർ കൊടുത്ത് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യും. ക്യാഷ് റോൾ ചെയ്യുന്ന മെത്തേഡാണ്. അദ്ദേഹം ഒരു മാസം ഈ ക്യാഷ് കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് കച്ചവടം ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടും, അദ്ദേഹത്തിന് ഫണ്ട്സ് കിട്ടും ചെയ്യും, കച്ചവടം ചെയ്യാനും കഴിയുന്നു, ബാക്കിയുള്ളവർക്കും പെട്ടെന്നൊരു വലിയ തുക കിട്ടുന്ന ഒരു മെത്തേഡാണ്. പിന്നീട് കൂടുതലും ഫണ്ട്സ് റൈസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ്, നമ്മുടെ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഷോപ്പിന്റെ ഷെയർസ് ഒരുപാട് പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ അവരെ കൊണ്ട് കഴിയുന്ന 1,00,000 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 1,00,000 റുപ്പീസ് ഈ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വേറൊരു വ്യക്തി 2,00,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഫണ്ട്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ കച്ചവടം ചെയ്തിട്ട് ഇതിലെ ഒരു പ്രോഫിറ്റ്, അതായത് ആ ഷെയർസ് നൽകുന്ന സമയത്ത് തന്നെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും ഈ ഇൻവെസ്റ്റേഴ്സിന് ഒരു മാസം നമ്മൾ 1% കൊടുക്കാം, നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നതിന്റെ 1% കൊടുക്കാം, അല്ലെങ്കിൽ 2% കൊടുക്കാം. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും ഇവർക്ക് ഫിക്സ്ഡ് ആയിട്ട് 1% കൊടുക്കാം, അല്ലെങ്കിൽ 2% കൊടുക്കാം എന്ന് പറയും. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താണ് ലാഭം? ഇവർക്ക് ഈ 1,00,000 അവിടെ ഫിക്സ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ പുറമെ എല്ലാ മാസവും 1%, 2% ഒക്കെ പ്രോഫിറ്റ് വെറുതെ ഇങ്ങനെ കയ്യിലോട്ട് വരികയാണ്. ഇനി ചില കമ്പനീസ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഫിക്സ്ഡ് ആയിട്ട് ഈ 1% കൊടുക്കും. അപ്പൊ ഈ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് ഒരുപാട് കാലം ഇവർക്കൊരു സാലറി പോലെ എല്ലാ മാസവും ഇങ്ങനെ ക്യാഷ് കിട്ടും. ഇനി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകണം, എന്തോ അത്യാഹിതം വന്നു പിരിഞ്ഞു പോകണം, ഇവർ ഈ കമ്പനിയെ അറിയിക്കുന്നതോടുകൂടി ഒരു 1-2 മാസത്തിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്സ് എന്ത് ചെയ്യും, ആ ഇൻവെസ്റ്ററിന് കൊടുക്കും. ഇദ്ദേഹം ഈ കമ്പനിയിൽ നിന്ന് പിരിയുന്ന സമയത്ത് ഈ കമ്പനി ചെറിയ കമ്പനിയായിരുന്നു തുടങ്ങുന്ന സമയത്ത്, പക്ഷെ ഇപ്പൊ ഈ കമ്പനി പിരിയുന്ന സമയത്ത് വലിയ കമ്പനി ആയിട്ടുണ്ട്. പിരിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഷെയർ വാല്യൂ കൂടിയിട്ടുണ്ടാവും. ആ ഷെയർ വാല്യൂ ആ സമയത്തുള്ള ആ 1,00,000 ഇപ്പോൾ 2,00,000 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കും അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയും അദ്ദേഹത്തിന് ഷെയർ വാല്യൂവിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കമ്പനിയുടെ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 5,00,000 രൂപ വെച്ചിട്ടായിരുന്നു നമ്മൾ കച്ചവടം ചെയ്തിരുന്നത്. 5,00,000 രൂപയുടെ ആ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ് ആദ്യം അദ്ദേഹത്തിന് കിട്ടിയിരുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫണ്ട്സ് റൈസ് ചെയ്ത് ഇദ്ദേഹം ഒരു 50,00,000 രൂപയുടെ കച്ചവടം ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കച്ചവടം ചെയ്യുന്നത് 50,00,000 ഇൻവെസ്റ്റ്മെന്റോട് കൂടിയാണ്. അപ്പൊ 50,00,000 പ്രോഫിറ്റ് ആയിരിക്കും ഇദ്ദേഹത്തിന് ദിവസവും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള കമ്പനീസ്, അതായത് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനി, സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി, ഇങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. പബ്ലിക്കിന്റെ മുന്നിൽ ഇവരുടെ ഷെയർസ് വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ഈ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലീസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഈ കമ്പനി പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഈ ഷെയർസ് ഈ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ട് ലീസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ പോലെ ഒരുപാട് പേര് ഈ സ്റ്റോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുന്ന സമയത്ത് നമ്മളോട് പറയുന്നത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. KYC ഡോക്യുമെന്റ്സ് ഒക്കെ സെബിയിലോട്ട് കൊടുക്കണം എന്ന് പറയും. സെബി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ KYC കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ ഷെയർസ് വാങ്ങിക്കാനുള്ള അപ്രൂവൽ കിട്ടും. നമുക്ക് ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്സ് വാങ്ങിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ഏതൊരു കമ്പനി ആകട്ടെ അതിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വരുന്ന സമയത്ത് നമ്മൾ ആ കമ്പനിയുടെ റെഡ് ഹെറൈൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്ടസ് ഉണ്ട്. നമ്മുടെ സാധാ ബ്രൗഷർ തന്നെ ആ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആണ്. ആ പ്രോസ്പെക്ടസ് നമ്മൾ നോക്കിയിട്ട് അതിൽ എന്തോ കാര്യങ്ങൾ പറയുന്നു. ആ കമ്പനിയുടെ ഹിസ്റ്ററി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും, കമ്പനി എത്ര ഷെയർസ് നൽകുന്നുണ്ട്, അവരുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതായത് ഈ കമ്പനി എന്ന് എക്സ്ചേഞ്ചിൽ ലീസ്റ്റ് ചെയ്യും, എത്ര രൂപയ്ക്കായിരിക്കും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലീസ്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റോക്സ് എക്സ്ചേഞ്ചിൽ ലീസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് രണ്ട് തരത്തിലാണ് പ്രൈസ് നിശ്ചയിക്കുന്നത്. മർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഇവരെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവരോട് എല്ലാം ഇവർ ചർച്ച ചെയ്തിട്ട് ഇവരൊരു തീരുമാനത്തിലെത്തും. ഇതിന് ഇത്ര രൂപ, ഈ ഷെയർസിന് ഇത്ര രൂപക്ക് നമുക്ക് എക്സ്ചേഞ്ചിൽ ലീസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു ഫിക്സ്ഡ് പ്രൈസിൽ അവർ എത്തിയിട്ടുണ്ടാവും. അതിനെയാണ് പറയുന്നത് ഫിക്സ്ഡ് പ്രൈസ് ഇഷ്യൂ. അതായത് സ്റ്റോക്കിന്റെ വാല്യൂ 70 രൂപക്കാണ് ഞങ്ങൾ എക്സ്ചേഞ്ചിൽ ലീസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 70 രൂപക്ക് അവർ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ പ്രൈസ് ലീസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ. അതായത് ഈ പ്രൈസ് ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഇവർ ലീസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഏകദേശം ഒരു 100 രൂപ മുതൽ 150 രൂപയുടെ ഇടയിലായിരിക്കും ഇവർ സ്റ്റോക്കിന്റെ പ്രൈസ് ലീസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇടുക. അതായത് ഒരുപാട് പേര് 100 രൂപക്ക് ബിഡ് ചെയ്തു, പിന്നെ ചില വ്യക്തികൾ 120 രൂപക്ക് ബിഡ് ചെയ്തു, ചില ആൾക്കാർ 150 രൂപക്ക് ബിഡ് ചെയ്തു. കമ്പനി ഏകദേശം എല്ലാം നോക്കിയതിനു ശേഷം പറയാണ് ഒരു 130 പ്രൈസ് ബിഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഞങ്ങൾ ഈ സ്റ്റോക്ക് നൽകുന്നുണ്ട്. അപ്പൊ കമ്പനി നിശ്ചയിച്ചിട്ടുള്ള ആ പ്രൈസിനെയാണ് കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ബിഡ് ചെയ്യുന്ന സമയത്ത് ഇനി 120 ആയിക്കോട്ടെ, 110 ആയിക്കോട്ടെ, 150 ആയിക്കോട്ടെ, നമ്മൾ ബിഡ് ചെയ്യുന്ന പ്രൈസ് അവിടെ കട്ട് ഓഫ് പ്രൈസ് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ കട്ട് ഓഫ് പ്രൈസ് 130 ആണെങ്കിലും നമുക്ക് ഈ ഷെയർ ലഭിക്കും. ഈ ഷെയർസ് വിൽക്കുന്ന സമയത്ത് ഒരു ലോട്ട് ഷെയർസ് ആയിരിക്കും വിൽക്കുക. അതായത് ഒരു 10 ഷെയറോ 20 ഷെയറോ ആയിരിക്കും അവർ വിൽക്കുക. ഒരു ഷെയർ ഒന്നും ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല. ഇപ്പോൾ കമ്പനിയുടെ സ്റ്റോക്കിന്റെ വില 70 രൂപയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 14,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയ്ക്കുള്ള സ്റ്റോക്സ് നമ്മൾ ഈ ഷെയർസ് വാങ്ങിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ പങ്കെടുക്കാൻ തന്നെ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ അറിയേണ്ട ടേംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. കമ്പനി ആകെ നൽകുന്നത് 1,00,000 ഷെയർസ് ആണ്. കമ്പനി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബിഡിങ് ഒരുപാട് ഓവറാണ്, ഷെയർസിനേക്കാളും ഓവറാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ടൈമിൽ കമ്പനി 2 മെത്തേഡ്സിലൂടെയാണ് ഇവരെ കൺവിൻസ് ചെയ്യുക. ഒന്നാമത്തെ വഴി മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് പേര് ഷെയർസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഈ മൾട്ടിപ്പിൾ എൻട്രി ഒക്കെ അവർ കട്ട് ചെയ്തിട്ട് അവർക്കൊക്കെ ഒരു സിംഗിൾ ഓർഡർ ആയിട്ടുള്ള ഷെയർസ് കൊടുക്കും. അപ്പൊ ഒരുപാട് ഷെയർസ് എക്സ്ട്രാ കിട്ടുമല്ലോ, ആ ഷെയർസ് ഒക്കെ ബാക്കിയുള്ള വ്യക്തികൾക്ക് കൊടുത്തിട്ട് ഈ മൾട്ടിപ്പിൾ എൻട്രി മാക്സിമം ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കും. ഈ അതിലും കൺവിൻസ് ചെയ്തിട്ട് ഈ 2 lakh എന്നുള്ള ഷെയർസിലോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരു ലോട്ട് എടുക്കും, ലക്കി ഡ്രോ ചെയ്യും. ലക്കി ഡ്രോ ചെയ്യുന്നതിൽ ആരൊക്കെ വീഴുന്നു ഈ വ്യക്തികൾക്കായിരിക്കും ഷെയർസ് നൽകുക. പിന്നീട് വരുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ്. അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. കമ്പനി 1,00,000 ഷെയർസ് IPO നൽകുന്നുണ്ട്, പക്ഷേ ഈ കമ്പനിയുടെ പ്രൊമോഷൻ കൊണ്ടോ അതോ മറ്റുള്ള എന്തോ കാരണം കൊണ്ടോ ആരും ഈ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ എത്തിയില്ല. 90% താഴെ ആൾക്കാർ ഈ ഷെയർസ് വാങ്ങിക്കാനില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഈ IPO ക്യാൻസൽ ചെയ്യും. ഈ IPO നമ്മൾ പങ്കെടുക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ നമ്മൾ ഈ സ്റ്റോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഈ സ്റ്റോക്സിന്റെ ഫസ്റ്റ് ഹോൾഡേഴ്സ് എന്ന് പറയാം. കമ്പനി 4-5 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് ഈ സ്റ്റോക്സ് ലീസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും അവിടെ ഉണ്ട്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ട് ഓൾറെഡി. അപ്പൊ അവർക്ക് തോന്നുകയാണ് ഈ സ്റ്റോക്സ് നല്ലൊരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ പങ്കെടുക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ടാവും. അവർ പിന്നീടായിരിക്കും ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവുക, ഇങ്ങനെ ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഈ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണെന്നുള്ളതൊക്കെ അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ ഒരുപാട് ബയേഴ്സ് വരുന്ന സമയത്ത് ഈ സ്റ്റോക്സിന്റെ ഡിമാൻഡ് കൂടും. ഈ ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മളാണ് ഫസ്റ്റ് ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പൊ സ്റ്റോക്സ് നമ്മൾ വാങ്ങുന്ന സമയത്ത് 70 രൂപയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടിയത് കാരണം ഈ സ്റ്റോക്കിന്റെ വാല്യൂ അങ്ങോട്ട് ഹൈപ്പിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 70 എന്നുള്ളത് ഒരു 90-95 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വേഗം സെൽ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്സ് ഇങ്ങോട്ട് എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ നമ്മൾ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. പങ്കെടുക്കുന്ന സമയത്ത് ഈ കമ്പനിയുടെ റെഡ് ഹെറൈൻ പ്രോസ്പെക്ടസ് നമ്മൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ഓക്കെ ആണ്, ഈ കമ്പനി നല്ല കമ്പനിയാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ ഫുഡ് ഡെലിവറി ആ മേഖലയിലുള്ള ഒരു കമ്പനിയാണ് സൊമാറ്റോ. Zomato is an Indian multinational restaurant aggregator and food delivery company founded in 2008. പങ്കജ് ആൻഡ് ഡിപിന്ദർ ഇങ്ങനെ 2 വ്യക്തികളാണ് ഈ കമ്പനിയുടെ ഫൗണ്ടേഴ്സ്. ഈ കമ്പനി നിലവിൽ 24 കൺട്രീസിലുണ്ട്. ഈ 24 കൺട്രീസിൽ മോർ ദാൻ 10,000 സിറ്റീസിൽ ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. സൊമാറ്റോ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ സമയത്ത് നൽകുന്ന ഷെയർസ് 9,000 crores ആണ്. അതിനു പുറമെ ഈ കമ്പനി നിലവിൽ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള എഡ്ജ് എന്ന് പറയുന്ന കമ്പനി, അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും Naukri.com എന്നൊക്കെ പറയുന്നത്, അതാണ് ഈ കമ്പനിയുടെ പാരന്റ് കമ്പനി. ഈ കമ്പനി ഇവരുടെ കയ്യിലുള്ള 375 crores ഷെയർ
ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ സമയത്ത് നൽകുന്നുണ്ട്. അതിനാണ് OFS എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 9,375 crore വർത്ത് ഷെയർസ് ഇവര് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ സമയത്ത് നൽകുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഷെയർസ് ഓഫ് Zomato വിൽ ബി ലീസ്റ്റഡ് ഇൻ NSE ആൻഡ് BSE. NSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ മുംബൈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഈ എക്സ്ചേഞ്ച് 1992 മുംബൈയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ സൊമാറ്റോയുടെ ഈ IPO 13th അവരുടെ ആഡ് അല്ലെങ്കിൽ പ്രൊമോഷൻ നമ്മുടെ Paytm Money, Groww ആപ്പ് എന്നുള്ള ഈ ആപ്ലിക്കേഷനിലൊക്കെ വന്നിട്ടുണ്ട്. 14th 15th 16th ഇവരുടെ IPO സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 3 ദിവസം നമ്മുടെ മുന്നിലുണ്ട്, 14th 15th 16th. ഈ സമയത്ത് നമ്മൾ ഈ സ്റ്റോക്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ Paytm Money എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ KYC ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റോക്സ് വാങ്ങിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് Groww ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ Groww ആപ്പും സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിലൂടെയും നമുക്ക് KYC ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഈ IPOന്റെ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇനി ഞാൻ Paytm Money എന്നുള്ള ഈ ആപ്ലിക്കേഷനും Groww ആപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നുള്ള ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാം, എങ്ങനെ ഷെയർസ് വാങ്ങിക്കാം എന്നുള്ളതാണ് പറയുന്നത്. Paytm Money എന്നുള്ള ആ ആപ്ലിക്കേഷനിൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും Groww ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ എനിക്കൊരു 550 rupees പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ 550 rupeesഉം ബാക്കി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും എങ്ങനെ വിഡ്രോ ചെയ്യുന്നു എന്നുള്ളത് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വിഡ്രോ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ള പ്രോസസ് കൂടി നിങ്ങൾക്ക് അറിയാം. എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് Paytm Money എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലാണ്. നിങ്ങളുടെ കയ്യിൽ Paytm എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അതിൽ IPO എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം Zomato IPO എന്ന്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഡയറക്റ്റ് Paytm Money എന്നുള്ള ഈ ആപ്ലിക്കേഷനിലോട്ട് തന്നെയാണ് എൻ്റർ ആവുക. ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ പ്രൈസ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൈസ് റേഞ്ച് 72 to 76 ആണ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 14,040 രൂപയ്ക്കാണ് നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ 195 ഷെയർസ് നിങ്ങൾ മിനിമം വാങ്ങിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ 14,040 രൂപ Paytm Money, Groww ആപ്പ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. പ്രോസ്പെക്ടസ് ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഡൗൺലോഡ് നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസ് കൈ കിട്ടും. അത് നന്നായിട്ടിരുന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെയാണ്, ഈ കമ്പനി കുഴപ്പമില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ കൊടുത്തിട്ട് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൈസ് ബിഡ് ചെയ്യാൻ പറ്റുന്നത് 72 മുതൽ 76 വരെയാണ്. ഞാൻ 76 എന്നുള്ള പ്രൈസിൽ ബിഡ് ചെയ്തിട്ട് കട്ട് ഓഫ് പ്രൈസ് എന്നുള്ളതും ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് പ്രൈസ് എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു തന്നിരുന്നു, അത് ടിക്ക് ചെയ്യാൻ മറക്കരുത്. അത് ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ കമ്പനി പറയുന്ന ആ പ്രൈസിൽ നിങ്ങൾ കട്ട് ഓഫ് പ്രൈസിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവില്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടില്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിന് 2 ലക്ഷം രൂപയ്ക്ക് സ്റ്റോക്സ് വാങ്ങിക്കാൻ ഇവിടെ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോക്സ് ഇനി കൂടുതൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വാണ്ടിറ്റിയുടെ ഭാഗത്ത് ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. ഗൂഗിൾ പേയിൽ നിന്നും നമ്മുടെ UPI ID കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ UPI ID അതിൽ നിന്നും കോപ്പി ചെയ്തിട്ട് ആഡ് UPI ID ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് അത് ടൈപ്പ് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ IPO അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കാണാം. അത് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറാണ്. ഈ അപ്ലിക്കേഷൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും. നമ്മുടെ റിക്വസ്റ്റ് അപ്രൂവൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയിൽ ഒരു ഇൻറ്റിമേഷൻ വരും. അതായത് ആ ഫണ്ട് നമ്മളോട് പേ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ആ ഫണ്ട് ആ സമയത്ത് ആ റിക്വസ്റ്റ് പ്രകാരം പേ ചെയ്ത് കൊടുക്കുക. ഫണ്ട്സ് നമ്മൾ സെൻഡ് ചെയ്തു, എന്തോ കാരണവശാൽ നമുക്ക് സ്റ്റോക്ക് ലഭിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആ സമയത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഫണ്ട്സ് റീഫണ്ട് തരാൻ ഇവർ 23rd ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഡേറ്റിൽ ഇവർ ഈ ഫണ്ട്സ് റീഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്യും നമ്മുടെ അക്കൗണ്ടിലോട്ട്. അതിനുശേഷം ആ ഫണ്ട് നമുക്ക് തന്നെ റിട്ടേൺ വരും. സ്ക്രീനിൽ കാണിക്കുന്നത് Groww ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഇതിൽ ഷെയർസ് എന്നുള്ള ഭാഗത്ത് ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്തതിന് ശേഷം ബിഡ് പ്രൈസ് എന്നുള്ളതിൽ
നമ്മൾ ആ പ്രൈസും ഓക്കെ കൊടുത്തതിന് ശേഷം കട്ട് ഓഫ് പ്രൈസ് അവിടെയും ടിക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ UPI ID ആണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. സെയിം മെത്തേഡും സെയിം ഇൻ്റർഫേസ് തന്നെയാണ് ഈ രണ്ട് അപ്ലിക്കേഷൻസിലും. അപ്പോൾ ഇതുവരെയും ഈ അപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ രണ്ട് അപ്ലിക്കേഷൻസിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക. നമുക്ക് വാച്ച് ഹവർ കൂടുതൽ കിട്ടേണ്ടതുണ്ട്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.